ആയിട്ടൊരു വാക്യം വായിക്കാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് എന്നാണ്. നമുക്ക് 1 ശമൂവേലിലേക്ക് വരാം. അതിൻ്റെ 16-ാം അധ്യായം എടുക്കാം. 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അതിന് അവൻ, ശുഭം തന്നെ, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീനെന്ന് പറഞ്ഞു. അവൻ ഇശായിയെയും അവൻ്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവൻ്റെ അഭിഷേകത്തിനിതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനും ആദ്യ പ്രവാചകന്മാരിൽ പ്രവാചക സ്കൂൾ ആരംഭിച്ച അല്ലെങ്കിൽ പ്രവാചകന്മാരെ വാർത്തെടുത്ത പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ശമൂവേൽ എന്ന് പറയുന്നത്. ശമൂവേല് ഇത് ദാവീദിന്റെ വീട്ടിൽ നിൽക്കുക. തൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് തൻ്റെ അപ്പനായ അതിൻ്റെ പേര് ഇശ്ശായിയോട് പറയുക, ഞാൻ യാഗം കഴിക്കാൻ വന്നിരിക്കുക, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഒരുങ്ങി വരണം. വേദവസം പറയുന്നത് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു, തങ്ങളോട് കൂടെ യാഗത്തിന് വരുമെന്ന് പറഞ്ഞു. ഇശ്ശായിയും അവൻ്റെ മക്കളും ശുദ്ധീകരിച്ചു യാഗത്തിന് വന്നു. യാഗം കഴിക്കുന്നേക്കാൾ മുമ്പ് യാഗത്തിന് വേണ്ടി കടന്നു വന്ന ഏലിയാബിനെ കണ്ടപ്പോ സത്യത്തിൽ ശമൂവേല് വേഗത്തിൽ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ തൈലം അവൻ്റെ തലയിൽ ഒഴിക്കാൻ തുടങ്ങുക. നമുക്ക് ശമൂവേലിനോട് ചോദിക്കാം, എന്താ ശമൂവേല് നീ അങ്ങനെ ചെയ്യാൻ കാരണം? ശമൂവേല് പറയും, പെർഫെക്റ്റ് സൈസാണ്, ഷോൾഡർ കണ്ടോ, ഹൈറ്റ് കണ്ടോ, ഒരു രാജാവാകാൻ പറ്റുന്നതിന് ഏറ്റവും ഗുണമുള്ള യോഗ്യത. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എന്നെ ഞാൻ പറഞ്ഞേ, ഒരു രാജാവാകാൻ ഏറ്റവും യോഗ്യത, പെർഫെക്റ്റ് ഷോൾഡർ. അവൻ ആയുധം എടുക്കാൻ ശീലിച്ചവൻ. ആ സൈന്യത്തിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഷോൾഡർ മസിലൊക്കെ നന്നായിട്ടുണ്ട്, കൊടവണ്ടി ഒന്നുമില്ല, 6 പാക്സോ 8 പാക്കോ ഉണ്ട്, ആരോഗ്യമുള്ള ശരീരമാണ്. അവനെ കണ്ടപ്പോൾ ശമൂവേലിന് തോന്നി, ഇതാണ് പെർഫെക്റ്റ് ആയ ആള്. രാജാവാകുവാൻ അവന്റെ കാഴ്ചയിൽ യോഗ്യതയെല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ ദൈവം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവത്തിന്റെ രാജാവാകാൻ, ദൈവം ആക്കി വയ്ക്കുന്ന സ്ഥലത്തേക്ക് വരുവാൻ, ദൈവം തൻ്റെ ജനത്തെ റൂൾ ചെയ്യേണ്ടതിനാക്കി വയ്ക്കുന്ന ഇടത്തേക്ക് വരുവാൻ, ദൈവത്തിൻ്റെ അഭിഷക്തനാകുവാൻ തൻ്റെ ഷോൾഡറോ തൻ്റെ ഹൈറ്റോ തൻ്റെ ആരോഗ്യമോ തൻ്റെ സൗന്ദര്യമോ അല്ല ദൈവം നോക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ കറുത്തിരിക്കുന്നെന്നോ, നീ വെളുത്തിരിക്കുന്നെന്നോ, നീ സുന്ദരനാണെന്നോ, അല്ല നിന്നെ കാണാൻ നല്ലതല്ലെന്നോ, നീ പൊക്കം കുറഞ്ഞിരിക്കുന്നെന്നോ, none of the business. ദൈവം പറഞ്ഞു, നിന്റെ ശരീരം കണ്ടിട്ടല്ല ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുന്നത്, പകരം നിന്റെ ഹൃദയത്തെ നോക്കിയ. ഞാൻ പലപ്പോഴും ആ വാചകം വായിക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ദൈവം അവനോട് പറഞ്ഞത് നിങ്ങൾ യാഗത്തിന് വേണ്ടി ഒരുങ്ങണം. എല്ലാവരും പറഞ്ഞേ, യാഗത്തിന് വേണ്ടി ഒരുങ്ങണം. കുറച്ചും കൂടെ നന്നായി, യാഗത്തിന് വേണ്ടി നിങ്ങൾ ശുദ്ധീകരിക്കണം. ഇന്ന് ഞാൻ ലീഡേഴ്സ് മീറ്റിങ്ങിന് പറഞ്ഞപ്പോൾ ജോഷയൻ പറഞ്ഞു, അത് പുറമേയുള്ള ശുദ്ധീകരണം മാത്രമായിരിക്കത്തില്ലേ? ഒരുപക്ഷെ പുറമേയുള്ള ശുദ്ധീകരണം തന്നെയായിരിക്കാം. എന്നാൽ പുറമേയുള്ള ശുദ്ധീകരണം മാത്രമല്ല ദൈവം ഭാഗം നമ്മൾ പോകുമ്പോൾ ഒരുങ്ങുന്നത്, ആഗമയുള്ള ശുദ്ധീകരണമോ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ആഗമേ യാഗത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ഒരാളെ ദൈവം ശ്രദ്ധിച്ചപ്പോ അവന്റെ ഹൃദയം നല്ലതല്ല എന്ന് കണ്ടു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ എല്ലാ ഉള്ളിലേക്ക് വരുവാ. നമ്മൾ പലപ്പോഴും നമ്മുടെ വായ പറയുന്നതാണ് ദൈവം ശ്രദ്ധിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ ഇത് ഉറച്ചു വെക്കണം. സ്വർഗത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ദൈവിക ദൂതന്മാരെയോ സ്വർഗീയ സന്ദർശനങ്ങളോ അല്ലെങ്കിൽ ദൈവത്തോടോ പരിശുദ്ധാത്മാവിനോടോ
നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കഴിയണമെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണേ. നിന്റെ വായി പറയുന്നതിനേക്കാൾ ഉപരി നിന്റെ ഹൃദയം വായി പറയുന്നതിനോട് ചേർന്നിരിക്കണം. എന്ന് പറഞ്ഞാൽ നിന്റെ വായി പറയുന്നതിനേക്കാൾ ദൈവം ശ്രദ്ധിക്കുക നിന്റെ ആറ്റിറ്റ്യൂഡ്സ് ആണ്, മനോഭാവമാണ്. ഒരു നല്ല ഹാലോലിയ പറഞ്ഞാണ്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവം തൻ്റെ നേതാവിനെ കാണുന്നത്, തൻ്റെ അഭിഷക്തനെ കാണുന്നത്, തൻ്റെ ശുശ്രൂഷകനെ കാണുന്നത്, തൻ്റെ ദാസനെ കാണുന്നത്, തൻ്റെ മകളെ കാണുന്നത്, തൻ്റെ മകനെ കാണുന്നത്, തൻ്റെ പുരോഹിതനെ കാണുന്നത് പുറമേ ഉള്ളതിലല്ല, പകരം അവന്റെ ആകത്തെ ആറ്റിറ്റ്യൂഡാണ്, ഹൃദയത്തെയാണ് ദൈവം പരിശോധിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെയാണോ ശ്രദ്ധിക്കാറുള്ളത്, അതോ നിങ്ങൾ പറയുന്നതിനെയാണോ ദൈവം ശ്രദ്ധിക്കാറുള്ളത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെയാണ് ദൈവം ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ മനോഭാവം. ഒരു കരമയുയർത്തി ഒരു നല്ല ആമേൻ പറഞ്ഞു. മനോഭാവം. ഒരു വാക്യത്തിലേക്കും കൂടെ വരാം, ഒരു വാക്യത്തിലേക്കും കൂടെ വരാം, ഒരു വാക്യത്തിലേക്ക് വരാം. യെരമ്യാവിന്റെ പുസ്തകം എടുക്കാം, 17-ാം അധ്യായം എടുക്കാം, 9-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ ആ വാക്യം വായിക്കുന്നു. ഹൃദയം എല്ലാത്തിനേക്കാൾ കാപട്യവും വിഷമമുള്ളത് അതാരാഞ്ഞറിയുന്നവൻ. അടുത്ത വാക്ക്, യഹോവയായി ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്ത്. ശ്രദ്ധിച്ച് നിന്റെ അധരങ്ങളെ ശോധന ചെയ്യുന്നു എന്നല്ല വാസ്തവത്തിൽ ദൈവം പറഞ്ഞേ, അധരങ്ങളെയും ശോധന ചെയ്യുന്നവനാ ദൈവം. നീ പറയുന്ന വാക്കിനെ നിസ്സാര വാക്കിനും ന്യായസ്ഥാനത്തിന് മുമ്പിൽ നീ നിൽക്കേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്ന ഏത് കളിവാക്കും ഏത് വാക്കുകൾക്കും അടിസ്ഥാനം എൻ്റെ ഹൃദയത്തിലെ ചിന്തയാ. ചില ആളുകൾ ഞാൻ പറയുമ്പോൾ ഇനി മുതൽ ഞാൻ നന്നായി സംസാരിക്കും, നല്ല വാക്കുകൾ സംസാരിക്കും, ഞാൻ കൺഫെഷൻ നടത്തും, ഞാൻ ഏറ്റുപറയും. എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ കർത്താവിൻ്റെ വചനം ഏറ്റുപറയും. ഞാൻ സഹോദരാ, ഇന്നോ നാളെയോ മറ്റന്നാളോ നിനക്ക് പറ്റുമായിരിക്കും, അതിൻ്റെ പിറ്റന്നാൾ നിനക്ക് പറ്റത്തില്ല. അതിൻ്റെ കാരണം നിന്റെ കൺഫെഷൻ്റെ അടിസ്ഥാനം നിന്റെ ഹൃദയത്തിലെ ചിന്തയാ. നിന്റെ മനോഭാവം മാത്രമേ നിനക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നിനക്ക് നല്ല കൺഫെഷൻ ഉണ്ടാകണമെങ്കിൽ നിന്റെ അകത്താണ് ചേഞ്ച് ഉണ്ടാകേണ്ടത്. ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഒരു വാക്യം കൂടെ വരാം. ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം, 16-ാം അധ്യായം എടുക്കാം, അതിന് 15-ാമത്തെ വാക്യം വായിക്കാം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പിൽ നീതീകരിക്കുന്നവനാകുന്നു. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നവരാ? നീതീകരിക്കുക. നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ നീതിമാനായിട്ടും ഞാൻ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ മാത്രമല്ല, നമുക്ക് കാണിക്കാനും പറ്റും. അടുത്ത വാചകം നിങ്ങൾക്കൊന്ന് വായിക്കാവോ? ദൈവമോ നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരാൾ സംസാരിച്ച് ശരിയായില്ല, ഒരാൾ പ്രവർത്തിച്ച് ശരിയായില്ല, പക്ഷേ അയാളുടെ ലൈഫിനെ ദൈവം കരുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, നന്നായി സംസാരിച്ചിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ഗ്രേസ് ആ മനുഷ്യന് മേൽ ഇല്ലാത്ത ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഇതിന് കറക്റ്റായ ആൻസർ ഉണ്ട്. നീ പറയുന്നതും നീതീകരണത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നതൊക്കെ മനുഷ്യരുടെ മുമ്പിൽ പെർഫെക്ഷൻ കൊണ്ടുവരാം, മനുഷ്യരുടെ മുമ്പിൽ നല്ലതായിരിക്കാം, പക്ഷെ ദൈവം ശ്രദ്ധിക്കുന്നത് നിന്റെ ഹൃദയത്തെയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചില ആളുകൾ എന്നോട് പറയാൻ, ഞാൻ എത്ര നാളായിട്ട് പ്രാർത്ഥിക്കുക, മറുപടിയില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ, മറുപടിയില്ല. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നിന്റെ മനോഭാവം മാറ്റിയാൽ മതി. നീ ഹൃദയത്തിൽ ചിന്തിക്കും, നോക്കണം ഞാൻ എന്തൊരു മനോഭാവത്തിലാണ് അവിടെ നിൽക്കുന്നേ. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? എൻ്റെ മനോഭാവം മാറുന്നതാ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഒരു വാക്യത്തിലേക്ക് വരാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം, 6-ാം അധ്യായം എടുക്കാം, 5-ാം വാക്യം വായിക്കാം. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്ന് യഹോവ കണ്ടു. നിങ്ങൾ ബൈബിളിൽ മുഴുവൻ ശ്രദ്ധിച്ചാല് ദൈവം എന്തെങ്കിലും മനുഷ്യനെതിരായി ചെയ്തിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം ശിക്ഷിക്കുകയോ ദൈവം ശാസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏക റീസൺ ഞാൻ നിങ്ങളോട് പറയാം. ഒരു നല്ല ഹാലോലയ പറഞ്ഞാട്ടെ. ഏക റീസൺ ഞാൻ പറയാം, അവൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ മോശം കൊണ്ട് മാത്രമായിരിക്കും. ഞാൻ ഒരിക്കലും നല്ല ഇങ്ങനെ ചിന്തിക്കുമായിരുന്നേ, എലിയാവ് എന്ന് പറഞ്ഞ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ മതി, നീ എന്നെ പ്രാണനെ എടുത്തു. നമ്മളാണെങ്കിൽ പറയരുത് കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളൊന്നും മിണ്ടത്തെ. അവ ചത്താ മതി എന്ന് പറയുന്ന ആരെങ്കിലും നമ്മൾ അംഗീകരിക്കൂ? പക്ഷെ ഏലിയാവിന്റെ അടുക്ക ദൈവം ചെന്നിട്ട് പറയോ, നിന്നെ അങ്ങനെ വിടാൻ എനിക്ക് താല്പര്യമില്ലടാ. എന്തുകൊണ്ടായിരിക്കും സല്ല ഇത് പറഞ്ഞു കാണുക? അവന്റെ ഉള്ളിൽ ചത്താ മതി എന്ന് തോന്നാനുള്ള കാരണം അവന്റെ മനോവിഷമം. ആ മനോവിഷമം ഏതിൽ നിന്നുണ്ടായതാ? അവന്റെ ആറ്റിറ്റ്യൂഡ് വാസ്തവത്തിൽ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? റോങ് ആറ്റിറ്റ്യൂഡിൽ നിന്നുണ്ടായ റിഫ്ലക്ഷൻ അല്ല അവന്റെ മരണത്തിന്റെ ചിന്ത. നിങ്ങൾ ആരും അതിനെ ആമീൻ പറഞ്ഞില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ മനസ്സിലാക്കുന്ന പലരുടെയും ചിന്ത റോങ് ആറ്റിറ്റ്യൂഡിൽ നിന്നുണ്ടായതാണ് മരണത്തിന്റെ ചിന്ത. അതിനാ പിശാചിന് ഇടം കിട്ടാൻ ഇടയാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ദൈവം അംഗീകരിക്കും എന്ന് പറയുമല്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച ഏലിയാവിന്റെ അടുക്കൽ ചെന്നിട്ട് ദൈവത്തിന്റെ സഹായം കാണാം, ദൈവത്തിന്റെ കരം ചലിക്കുന്നത് കാണാം. അവനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ദൈവം എന്താണ് അവനെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിച്ചത് അത് മുഴുവൻ ചെയ്യിച്ചെടുക്കുന്നത് കാണാം. എനിക്ക് മനസ്സിലായത് ഏലിയാവിന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ ശരിയായിരുന്നു. റൈറ്റായ ചിന്താഗതി അവനുണ്ടായിരുന്നത്. അവൻ നിരാശ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ അവന്റെ ഉള്ളിൽ അവന്റെ ഹൃദയവും ദൈവവും തമ്മിൽ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് പറയാം. ഞാൻ കുറച്ചും കൂടെ കട്ടിയായിട്ട് പറയാം, കുറച്ചും കൂടെ ആഴത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം. ഏലിയാവിനൊരു കാര്യം അറിയാമായിരുന്നു, എൻ്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളാണ്. ഞാൻ സംസാരിച്ചാൽ അത് ദൈവത്തിന്റെ സംസാരം പോലെയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ദൈവം പറഞ്ഞതുപോലെയാണ്. അങ്ങനെ ആഴമായി ദൈവമായി ബന്ധമുണ്ടായിരുന്നയാളാ എന്ന് പറഞ്ഞ് അവന്റെ ചിന്ത ദൈവത്തിന്റെ ചിന്തയാണ്, എൻ്റെ സംസാരം ദൈവത്തിന്റെ സംസാരമാണ്. ആ വിധത്തിൽ ജീവിച്ചിരുന്നയാളായിരുന്നു ഏലിയാവ്. അതുകൊണ്ട് ദൈവത്തിന് അറിയാം അവന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന് തോന്നിയിട്ടില്ല ദൈവത്തിന്. അവന്റെ നിരാശ കൊണ്ട് പിശാച് അവനെ അല്പനേരത്തേക്ക് വഞ്ചിച്ചു. അതുകൊണ്ട് അവനെ ദൈവം ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, അവിടുന്ന് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവരിക ചെയ്തത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് രാവിലെ ദൈവത്തിനെ ചിന്തിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കുമായിരുന്നു. എനിക്കറിയാവുന്നൊരു വ്യക്തിയുണ്ട്, മൊർദെഖായി എന്ന് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾക്കറിയാം മൊർദെഖായി? നിങ്ങളൊരു വാക്യം എടുക്കാവോ, എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായം എടുക്കാവോ, അതിനെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ. എന്നാൽ മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛകാര്യമായി തോന്നി. ആമേൻ. മൊർദെഖായിയുടെ ജാതി ഇന്നതെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വേരോശ് രാജാവിന്റെ രാജ്യത്തെല്ലാത്തിടത്തും ഉള്ള മൊർദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരെ ഒക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ നിങ്ങൾക്ക് ഹാമാൻ എന്ന് പറയുന്ന ആളെ അറിയാവോ? ഹാമാൻ എന്ന് പറയുന്നത് അഹശ്വേരോശ് രാജാവിന്റെ പ്രധാന മന്ത്രിമാരിൽ ഒരാളായിരുന്നു. അവന്റെ വലങ്കയായിരുന്നു, പി എ ആയിരുന്നു. അഹശ്വേരോശ് രാജാവിന്റെ പി എ എന്ന് പറഞ്ഞ ഏറ്റവും പ്രഥമ രാജാവിന് ഉപദേശം പറഞ്ഞു കൊടുക്കുന്നയാൾ എന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞ രാജഭരണത്തെ സഹായിക്കുന്നയാൾ. ഉയർന്നൊരു പൊസിഷനാണ് കേട്ടോ. ആ പൊസിഷനിലുള്ള ഒരാളുടെ അകത്തേക്ക് ഒരു ചിന്ത വരികയാ. തനിക്കൊരു മൊർദെഖായി എന്ന് പറഞ്ഞൊരു ഭടനെ അറിയാം. ആ ഭടൻ തൻ്റെ മുമ്പിൽ കുനിഞ്ഞില്ല എന്നതുകൊണ്ട് തൻ്റെ അകത്തൊരു വൈരാഗ്യം വന്നു. തന്നെ നമസ്കരിച്ചില്ല എന്നതുകൊണ്ട് തൻ്റെ അകത്തൊരു വൈരാഗ്യം വന്നു. ആ വൈരാഗ്യത്തിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് കണ്ടാവും നിങ്ങൾ. അവനെ മാത്രമല്ല, അവന്റെ കുടുംബത്തെ മാത്രമല്ല, അവന്റെ ജാതി മുഴുവൻ ഞാൻ ഇല്ലാതാക്കും. ആ വക്രതയിലാണ് അവൻ രാജാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളോട് ഒരു അഹശ്വേരോശ് രാജാവിനോട് വിളിച്ചു ചോദിക്കുക, രാജാവേ, എപ്പോഴെങ്കിലും ഈ ഹാമാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവന്റെ ഉള്ളിൽ വക്രതയുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? രാജാവ് പറയും, ഇല്ലില്ല, ഇതുപോലൊരു നല്ല മന്ത്രി ഞാനിത് ചെയ്തിട്ടില്ല. പക്ഷെ ഇവന്റെ ഉള്ളിലെ ആറ്റിറ്റ്യൂഡ് എന്തുവാ? ഇവനൊരു പണി കൊടുക്കണം, ഇവനൊരു പണി ഞാൻ കൊടുക്കണം. ആ മനോഭാവത്തിലാണ് സഞ്ചരിക്കുന്നേ. ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ കാണുമ്പോൾ
അവർ വേണമെങ്കിൽ എന്നെ കാലേ വേണേ പിടിക്കും. പക്ഷെ അവരുടെ ഹൃദയം പലപ്പോഴും നേരുള്ളതായിരിക്കത്തില്ല. എനിക്ക് പല യേശു കർത്താവ് പറഞ്ഞൊരു വാചകം യോഹന്നാന്റെ സുവിശേഷം എടുക്കണ്ട 2-ാം അധ്യായത്തിൽ എനിക്ക് ഇഷ്ടമാണ്. മനുഷ്യനെ അവൻ അറിയാവുന്നത് കൊണ്ട് ദൈവം യേശു അവരുടെ കയ്യിൽ തന്നെ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചില്ലെന്ന്. ചില ആളുകൾ കാണിക്കുന്ന പ്രകടമായ ആ കാര്യങ്ങളുമായി യാതൊരു ബന്ധവും കാണത്തില്ല. അവരുടെ ഹൃദയം അഴുക്കുള്ളതായിരിക്കും. നടക്കുക. ചില ആളുകൾ ആ മൂളെന്ന് കേട്ടാൽ അറിയാം പാര എവിടെയാ നിൽക്കുന്നതെന്ന്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചതിലേക്ക് വരാം. ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മോശമായിരുന്നിട്ട് തന്ത്രങ്ങൾ പണിഞ്ഞിട്ട്, ഞാനിന്ന് ലീഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, ഒരു പെൺകുട്ടിയെ വഞ്ചിക്കണം, അവളെ മിസ്യൂസ് ചെയ്യണം. ഇന്ന് പെൺകുട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ കേട്ടോ, ഒരു പയ്യനെ മിസ്യൂസ് ചെയ്യണമെന്നും കൂടെ പറയണം. അങ്ങനെയാ കാലം പോകുന്നത്. തിരിച്ചുകൊണ്ട് പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് അത് ചെറുതായി പോയി അത് പണ്ടത്തെ കാലത്തെ കാര്യവും. ഇത് തിരിച്ചും കൂടെ പറയാം, ഒരു യൗവനക്കാരനെ മിസ്യൂസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ചില തന്ത്രങ്ങൾ മെനയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉദ്ദേശം സെക്ഷലായ ഒരു സ്വാർത്ഥതയായിരിക്കും, സെക്ഷലായ ഒരു മുതലാക്കലായിരിക്കും. ഞാൻ ഗൾഫിലുള്ള ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടു പോയ ആളുകൾ, ജോലി ഇല്ലാതിരിക്കുന്ന ആളുകൾ. അവിടേക്ക് ചില ആളുകൾ കടന്നു ചെല്ലും. എന്നിട്ട് അവരോട് സ്നേഹവും സഹായവും ഓഫർ ചെയ്യും. അവരെ സഹായിക്കാൻ തുടങ്ങും. അവർ വിളിച്ച ഫോൺ എടുക്കും, എന്ത് ആവശ്യത്തിന് വരെ സഹായിക്കും. നിങ്ങൾ അല്പ ദിവസം കഴിയുമ്പോൾ ശ്രദ്ധിച്ചോണം, ആ വ്യക്തിയെ മിസ്യൂസ് ചെയ്യും. പണം കൊടുക്കുന്നത് വേറൊന്നിനുമല്ല, ഉള്ളിലെ താല്പര്യം വേറെ പലതുമാണ്. ആറ്റിറ്റ്യൂഡ്സ് അതിലെ ഇഷ്യൂ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ആ പണം കൊടുക്കുമ്പോഴേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ അറിയേണ്ടത് ആ വ്യക്തിയുടെ ചിന്തയുണ്ടല്ലോ, ആ ചിന്തയാണ്, ആ ആരംഭമാണ് ആ വ്യക്തിയുടെ നാശം എന്ന് പറയുന്നത്. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാ? അകത്ത് വിഷമുള്ള ചിന്തകളുമായിട്ട് നടക്കുന്നവരാണോ നിങ്ങൾ? അവനൊരു പണി കൊടുക്കണം, അവളെ എങ്ങനെയെങ്കിലും മിസ്യൂസ് ചെയ്യണം, അവരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചു മേടിക്കണം, അവരാരും അറിയാതെ അത് മോഷ്ടിക്കണം, അവരാരും അറിയാതെ എൻ്റെ മേളിൽ കയറണം, ഇവനെ ഒതുക്കിയിട്ട് ആ സ്ഥലത്തേക്ക് കയറണം, ഇവരാരെയും ഇവിടെ വെക്കാത്തൊരു പാര പണിയണം, എന്നിട്ട് എനിക്ക് ആ സ്ഥലത്ത് കയറിയിരിക്കണം. ആറ്റിറ്റ്യൂഡുകൾ ഇഷ്യൂ. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള മനോഭാവത്തിൽ വളർന്ന ആളുകൾ ആ മേഖലയിൽ നിന്ന് പുറത്തു വരാൻ കഴിയണമെങ്കിൽ, ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയാം, കർത്താവിൻ്റെ കരുണ കൂടാതെ പറ്റത്തില്ല. അവർ പറയണം, കർത്താവേ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്, പരിശുദ്ധാത്മാവേ എനിക്ക് നിന്നെ ആവശ്യമാണ്, എൻ്റെ ചിന്താഗതികൾ മാറേണ്ടതിനെ, എൻ്റെ വക്രതയുള്ള നേച്ചർ മാറേണ്ടതിനെ നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, അവൻ്റെ സഹായം കൂടാതെ നിങ്ങൾക്ക് അങ്ങനെ മാറാൻ പറ്റത്തില്ല. ഇമ്പോസിബിൾ. കാരണം നമ്മുടെ ഹൃദയത്തിലെ ചിന്തയെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി ദിവസം 6:5 വായിച്ചത് എങ്ങനെയാ? മനുഷ്യൻ്റെ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളവയെന്ന് അവൻ കണ്ടു. അടുത്ത വാചകം, ദൈവം അവനെ ഉണ്ടാക്കിയതിൽ അനുദപിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് പോലും തോന്നില്ല, ഇവ എന്തടാ ദൈവമേ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ദൈവം ചിന്തിച്ചിട്ടുണ്ടെന്ന്. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുക കാണാം, ഈവിൾ കണ്ടിന്യൂലി എന്ന തുടർമാനമായ അവൻ്റെ ചിന്ത മോശമാണ്. യേശു ഈ ലോകത്തിൽ വന്നത് എന്തിനാണെന്നറിയോ? തുടർമാനമായ മോശം ചിന്തയുള്ള
എപ്പോഴും സ്വാർത്ഥതയുള്ള, എപ്പോഴും മറ്റൊരാളെ മുതലാക്കണമെന്ന് ചിന്തിക്കുന്ന, എങ്ങനെയെങ്കിലും സാധിക്കണമെന്ന് വിചാരിക്കുന്ന, എൻ്റെ കാര്യം നടക്കണമെന്ന് വിചാരിക്കുന്ന, ആര് ചത്താലും കുഴപ്പമില്ല എൻ്റെ കാര്യം സാധിക്കണം എന്ന് വിചാരിക്കുന്ന, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ആ മനോഭാവം ഉള്ള ആളാ നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് സ്വയം മാറാനായി കഴിവില്ല. അതെന്താ ബ്രദറെ എങ്ങനെ പറയാൻ കാരണം? ഉൽപ്പത്തി 6:5 പറയുന്നത് മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ദൈവം അനുദപിച്ചു. അതുകൊണ്ട് ദൈവം ഒരു തീരുമാനം എടുത്തു, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യനെ നശിപ്പിക്കാൻ ദൈവം തീരുമാനം എടുത്തു. ഉൽപ്പത്തി 6:8 വേദപുസ്തകം പറയുന്നത് നോഹ എന്ന് പറയുന്ന കുടുംബത്തിന് മാത്രം ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ കുടുംബം ഒഴികെ ബാക്കി എല്ലാ കുടുംബവും ദൈവം നശിപ്പിച്ചു. നശിപ്പിച്ചിട്ട് രക്ഷപ്പെട്ട കുടുംബത്തോട് ചോദിക്കാം. ഉൽപ്പത്തി 8:21 വായിച്ചാൽ അറിയാം. രക്ഷപ്പെട്ട് വന്ന ആ നോഹയുടെ കുടുംബത്തോട് ചോദിച്ചാൽ അറിയാം, ആ കുടുംബത്തിന്റെ ചിന്തയും നേരെയല്ല. അവന്റെ ചിന്തയിലും വക്രതയുണ്ട്, അവന്റെ ചിന്തയിലും അവന്റെ ആറ്റിറ്റ്യൂഡും മോശമാണ്. ദൈവത്തോട് ചോദിക്കും, ഇത്രയും മരണം കണ്ടിട്ട് ഇവർക്ക് മാറ്റം ഉണ്ടായില്ലേ? ഇത്രയും ശിക്ഷ ഉണ്ടായിട്ട് ഇവർക്ക് മാറ്റം ഉണ്ടായില്ലേ? ഇത്രയും തകർച്ച കണ്ടിട്ട് ഇവർക്ക് മാറ്റം ഉണ്ടായില്ലേ? ഇന്ന് ദൈവം പറയും, തൻ്റെ പുത്രനെ കൂടാതെ ഒരു മനുഷ്യനും, യേശുവിനെ കൂടാതെ ഒരു മനുഷ്യനും ഈ മോശം സ്വഭാവത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾ എത്ര നല്ല തീരുമാനങ്ങൾ എടുത്തു അല്ലേ? ഇനി ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ല, ഇനി മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും, ഇനി മുതൽ ഞാൻ അങ്ങനെ നോക്കത്തില്ല, ഇൻസ്റ്റാഗ്രാം കയറി നോക്കത്തില്ല, അല്ല ഫേസ്ബുക്ക് നോക്കത്തില്ല, 1 മിനിറ്റ് വീഡിയോയ്ക്ക് എന്താ പറയുന്നത്, ഷോർട്സ് നോക്കത്തില്ല. ഇപ്പൊ പിള്ളേരെല്ലാം ഷോർട്സിന്റെ അടിമയാ. കാരണം അവർക്കെല്ലാം വെപ്രോളവാ. 1 മണിക്കൂർ ഒന്ന് കേൾക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് കാണാൻ അത് മതി, അടുത്തത് വേറെ കണ്ടാൽ മതി, അത്രയുള്ള ആഗ്രഹം. ഷോർട്സ് ആണ് ഇഷ്ടം. ചെറുപ്പക്കാർ ഇവിടെ പ്രായമുള്ളവർക്കും ഷോർട്സാണ് ഇഷ്ടം. ഷോർട്സ് കണ്ടുകൊണ്ട് ഇത് മടുക്കത്തില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ. നമ്മൾ പല തീരുമാനങ്ങളും എടുത്തു. ഇന്നു മുതൽ ഞാൻ അങ്ങോട്ട് നോക്കത്തില്ല, അത് ചെയ്യത്തില്ല, അത് പറയത്തില്ല. സൗരങ്ങളെ, നിങ്ങളെല്ലാം തോറ്റുപോകാം. കാരണം യേശു വന്നത് ഇങ്ങനെ ജയിക്കാൻ പറ്റാത്തവരെ സഹായിക്കാനാണ്. തൻ്റെ മനോഭാവം മാറാൻ പറ്റാത്തവരെ സഹായിക്കാനാണ്. എൻ്റെ ചിന്താഗതി മാറാൻ കഴിയാത്തവരെ സഹായിക്കാനാണ്. യേശുവിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും പറയുക, ബ്രദറെ എൻ്റെ ഉള്ളിൽ വക്രതയുണ്ട്, ഞാൻ നല്ലതല്ല. അവിടെയാണ് യേശു എന്ന രക്ഷകനെ ആവശ്യം. യേശു എന്ന രക്ഷകൻ ആവശ്യമുള്ളത് നിങ്ങൾ സ്വയം നന്നാകാനല്ല, നന്നാകാൻ കഴിയാത്ത നിങ്ങളെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് എസെക്കിയേൽ പറഞ്ഞത്, അവൻ നിങ്ങളുടെ മേൽ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. നിങ്ങളുടെ സകല മലിനതയിൽ നിന്നും സകല വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ദൈവത്തിന് മാത്രമേ നമ്മളെ നിർമ്മലീകരിക്കാൻ കഴിയൂ, നമ്മളെ വിശുദ്ധീകരിക്കാൻ കഴിയും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ടോ മാംസളമായൊരു ഹൃദയം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഭർത്താവിന്റെ കല്ലായ ഹൃദയത്തെ മാറ്റാൻ നീ ഉപദേശിച്ച് നോക്കല്ലേ, നടക്കത്തില്ല. ഭാര്യയുടെ നടക്കത്തില്ല. നടക്കണമെങ്കിൽ എൻ്റെ യേശു തൊട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. യേശു തൊട്ടാൽ. ഒരു നല്ല ആമീൻ പറഞ്ഞേ. വണ്ടർഫുൾ ജീസസ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നീ തൊട്ടാൽ, നീ തൊട്ടാൽ, നീ തൊട്ടാൽ മാറാത്തത് എന്തുള്ളൂ യേശുവേ. നീ തൊട്ടാൽ മാറാത്തത് എന്തുള്ളൂ കർത്താവേ. ഓ, നീ തൊട്ടാൽ മാറാത്തത് എന്തുള്ളൂ യേശുവേ. നീ തൊട്ടാൽ നീങ്ങാത്തത് എന്തുള്ളൂ കർത്താവേ. രോഗം മാറും, ക്ഷീണം മാറും, ഈ ദുഃഖം മാറും, ഓ എല്ലാം മാറും. രോഗം മാറും, ക്ഷീണം മാറും, ദുഃഖം മാറും, ഓ എല്ലാം മാറും. തുല്യമായൊന്നുമില്ല യേശുവേ, അങ്ങേക്ക് തുല്യമായൊന്നുമില്ല യേശുവേ. തുല്യമായൊന്നുമില്ല യേശുവേ, അങ്ങേക്ക് തുല്യമായൊന്നുമില്ല യേശുവേ. കടൽ മീതെ നടന്നതും നീയേ, കാറ്റിനെ അടക്കിയതും നീയേ. കടൽ മീതെ നടന്നതും നീയേ, കാറ്റിനെ അടക്കിയതും നീയേ.
പാടാം പാടാം യേശുവിനെ, പാടി സ്തുതിക്കാം യേശുവിനെ. പാടാം പാടാം യേശുവിനെ, പാടി സ്തുതിക്കാം യേശുവിനെ. നിങ്ങളുടെ അകത്തേക്ക് ചെല്ലുന്നതൊന്നും നിങ്ങളെ നശിപ്പിക്കത്തില്ല, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതാണ് നിങ്ങളെ ഇല്ലാതാക്കുന്നത്.